ആകാശവാണി കവർത്തി അഭിമുഖം. ആകാശവാണി കവർത്തിയുടെ അഭിമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ബേക്കിംഗ് രംഗത്ത് പരിശീലനവും സംരംഭകത്വവും വഴി നിരവധി പേരെ സ്വയം തൊഴിൽ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയ ബേക്കിംഗ് ട്രെയിനർ ശ്രീ ലിജോയ് PJ ആണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി. ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ലിജോയ് എന്നാണ്. ഞാൻ എറണാകുളം സ്വദേശിയാണ്. ബേക്കറി മേഖലയിൽ ഇപ്പോൾ ഏകദേശം 6 വർഷത്തോളമായി ജോലി ചെയ്യുന്നു. ട്രെയിനിങ് മേഖലയിലേക്ക് വന്നിട്ട് 2 വർഷത്തോളമായിരിക്കുന്നു. വേറൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ലക്ഷദ്വീപിലേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് കുട്ടികൾക്ക് നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. ലക്ഷദ്വീപ് കാണാനും ഇങ്ങനൊരു അവസരം തന്നതിനും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് അനുഭവങ്ങൾ, എങ്ങനെയാണ്? ലക്ഷദ്വീപ് ആക്ച്വലി എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഇവിടെ വരണം, എക്സ്പ്ലോർ ചെയ്യണം, ഇതെല്ലാം കാണണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വളരെ മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് ലക്ഷദ്വീപിലേക്ക് വരാനായിട്ട് ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു. ഒരു സ്പോൺസർഷിപ്പ് വേണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പെർമിറ്റ് കിട്ടണം, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. നമുക്ക് പെർമിറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് ലക്ഷദ്വീപിലേക്ക് വരാം, നമുക്ക് ജോലി ചെയ്യാം, അതുകൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനും സാധിക്കും, ലക്ഷദ്വീപ് മുഴുവൻ കാണാനായിട്ടുള്ളൊരു അവസരം നമുക്ക് ഒരുങ്ങി കിട്ടിയപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എൻ്റെ അടുത്ത് ചെറിയൊരു ഷോർട്ട് ടൈം പീരീഡിലേക്കാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചത്. വേറെ ഒന്നും നോക്കിയില്ല, നേരെ ബാഗ് പാക്ക് ചെയ്തു. സാർ എപ്പോഴാണ് ടിക്കറ്റ് എന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞു. നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ലക്ഷദ്വീപിനെ കുറിച്ച്, പക്ഷെ അതിൻ്റെ അപ്പുറമായിരുന്നു ഇവിടുത്തെ ആളുകൾ. കാരണം ആതിഥേയത്വം എന്ന് പറഞ്ഞാൽ ആളുകളെ 2 കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് ഒരു മടിയില്ലാത്ത മനുഷ്യനാണ്. എത്രയും സിമ്പിളായിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് ചെന്നാലും നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരിയോടുകൂടി നമ്മൾ വെൽക്കം ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ മനസ്സുള്ള ആളുകളാണ്. വളരെ സന്തോഷം ഇവിടേക്ക് വന്നതിൽ. അതുപോലെ ഈ ബേക്കിംഗ് മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 6 വർഷത്തോളമായി ബേക്കിംഗ് വന്നിട്ട്. ഇത് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്, BSc ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നത് മാതൃക എന്ന് പറഞ്ഞ എൻ്റെ ചേട്ടന്മാരായിരുന്നു. എൻ്റെ കസിൻസ് ഒരുപാട് പേര് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് ഷെഫുമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെ സ്പെഷ്യലി മെജോ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു എനിക്ക്. ചേട്ടൻ ബേക്കറി പേസ്ട്രിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ മാറിയതും ചേട്ടൻ കുടുംബത്തിൻ്റെ ഒരു ഇത് മാറ്റിയെടുത്തതെല്ലാം കണ്ടപ്പോഴാണ് നമുക്ക് ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം, ഈ ബേക്കിംഗ് ഒക്കെ പഠിക്കണം എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് വന്നത്. അതുപോലെ നിങ്ങൾ ഇതൊരു ഹോബിയായിട്ട് എടുക്കുന്നുണ്ടോ അതോ ഒരു ജീവിത മാർഗമാണോ, എന്താണ്? ഇത് ആക്ച്വലി രണ്ടുമാണ്. ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനും കുറേ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് എന്ത് പരീക്ഷണം വേണമെങ്കിലും ഇതിനകത്ത് എന്ത് ചെയ്യാം, നമ്മുടേതായ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ ഒരുപാട് പേര് ഇത് പ്രൊഫഷണലി പഠിക്കാതെ തന്നെ യൂട്യൂബ് നോക്കിയും TV ഒക്കെ നോക്കി പഠിച്ച് സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ട്. സോ അവർക്ക് ഇതിൻ്റെ ബേസ് ഒന്നും ആരും പറഞ്ഞു കൊടുത്തതല്ല. അവർക്ക് സ്വയം ഒരു താല്പര്യം തോന്നിയിട്ട് അവർ ഇതിലേക്ക് വന്നതാണ്. സോ നമുക്കൊരു ഹോബിയായിട്ട് വേണമെങ്കിൽ ഇത് കൊണ്ടുപോകാം. ആ ഹോബീനെ തന്നെ നമുക്ക് വലിയൊരു ഉപജീവന മാർഗമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ബേക്കിംഗ് എന്ന് പറയുന്നത്. ഒരു കേക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ തുടക്കത്തിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നൊരു മേഖല കൂടിയാണ്. സോ അതിനുശേഷം ഈ ഒരു തമാശ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആളുകളാണ് കൂടുതലും പിന്നീട് ഇത് വലുതാക്കിയതും പിന്നീട് വലിയ ലെവലിലേക്ക് ഇതൊക്കെ കൊണ്ടുപോയതും. ഒരു ബേക്കിംഗ് ട്രെയിനർ എന്ന നിലക്ക് ഇതിന് പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ വെറുതെ ട്രെയിനർ മാത്രമല്ല, ഞാനും ഇപ്പോൾ സ്റ്റുഡൻ്റ് തന്നെയാണ്. കാരണം ഞാനും ഇപ്പോഴും നമ്മുടെ ബേക്കിംഗ് ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അവരുടെ വീട്ടിൽ അവരുടേതായ പരീക്ഷണങ്ങൾ ചിലപ്പോൾ നമ്മളിതുവരെ ചെയ്യാത്തത് നമ്മുടെ ആലോചനയിലില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഒരു ബേക്കിംഗ് ട്രെയിനറിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇവർ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളിടത്തു നിന്നൊക്കെ പഠിച്ചു വരുന്നതിൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങളുണ്ടാവും. സോ ബേസിക് ഇവർക്ക് ഉറപ്പിച്ച് കൊടുക്കുക, എന്തൊക്കെയാണ് ഇത് ചെയ്താൽ ഇതെന്ത് സംഭവിക്കും, എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി, ടെമ്പറേച്ചർ, കളറ് കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത്. ദെൻ പടിപടിയായിട്ട് അവർക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.
അതേപോലെ കേക്ക് മേക്കിംഗ് പഠിക്കാൻ നമുക്ക് മുൻപരിചയം ആവശ്യമുണ്ടോ? ഇല്ല, എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഈ പറയുന്ന നമ്മളൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ വീട്ടിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ചെയ്യുന്നതാണ്. അത് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ മിക്സിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അവർ വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചിലപ്പോൾ പലഹാരങ്ങളിലേ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേ ആവാം. ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ട് വരും. സോ ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവർ ആലോചിക്കും, ഇത് ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ചെയ്യുന്ന പോലെയല്ലേ, ഇത് ഇത്ര ആയിട്ട് ചെയ്യാൻ പറ്റുമോ? പക്ഷേ തുടക്കത്തിൽ ഫിനിഷിംഗ് ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അവർ ചെയ്ത് ഇതിലേക്ക് ഫുള്ളി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തുടക്കക്കാരായി കടന്നു വന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഇതിൽ എന്തൊക്കെ തെറ്റുകളാണ് പറ്റാറുണ്ട്? മെയിൻലി തുടക്കക്കാർക്ക് നമ്മൾ യൂട്യൂബ് മാത്രം കണ്ടുവരുമ്പോൾ അവർ ഫോളോ ചെയ്യുന്നൊരു രീതി മാത്രമേ നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വരുന്ന കുട്ടികൾ നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് എക്യുപ്മെൻസിൻ്റെ കുറവുകൾ ഉണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ ഓവൻ ഉണ്ടാവില്ല, കുക്കറിലായിരിക്കും ബേക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് അതിൻ്റേതായ അവർക്ക് കിട്ടുന്ന പ്രോഡക്റ്റും ശരിക്കും നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. സോ ഈ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഈ വരുന്നവർക്ക് ഇതിൻ്റെ റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബ്രെഡ് ഇങ്ങനെ പൊങ്ങാൻ അല്ലെങ്കിൽ കേക്ക് ഇങ്ങനെ പൊങ്ങാനായിട്ട് കാരണം, ഈ പകുതി വരെ ഒഴിച്ച് വെച്ചിരുന്ന ആ ഒരു മാവ് എങ്ങനെയാണ് ഈ പറയുന്ന മോൾഡ് മുഴുവനായത്, ഇതെല്ലാം അവരൊന്ന് മനസ്സിലാക്കിയെടുക്കുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് മെയിനായിട്ട് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബേസിക് ഐഡിയ എന്താണെന്നുണ്ടാവില്ല, കേക്ക് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ആ ഐഡിയ അവർ മനസ്സിലാക്കി തുടക്കത്തിൽ നിന്ന് ആ ബേസിക്ക് നമുക്ക് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എളുപ്പമായിരിക്കും അവർക്ക് മുന്നോട്ട് പോകാനായിട്ട്. ബ്രെഡ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. ആക്ച്വലി ബ്രെഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് എന്ന് പറഞ്ഞൊരു പാചക രീതിയാണ്. നമുക്കറിയാം നമ്മളുടെ പൂർവികർ പച്ചയ്ക്കാണ് ഇറച്ചിയും മീനുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നവർ. സോ അതിൽ നിന്ന് തീ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു ഐഡിയ കിട്ടിയത്, ഇത് ചൂടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി മാറും, ഇതിൻ്റെ കഴിക്കാനുള്ള രസം കൂടും. ആ ഒരു രസത്തിനാണ് പിന്നെ അവർ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. സോ അതുപോലെ തന്നെ പാടത്തും അല്ലെങ്കിൽ പറമ്പിലൊക്കെ നിന്നിരുന്ന ഇതേപോലത്തെ ധാന്യങ്ങൾ ഇവർ ആദ്യം പച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നവർ പിന്നീട് കല്ലിലിടിച്ച് വെള്ളത്തിൽ ചാലിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു രുചി വ്യത്യാസം തോന്നി. അത് ചൂടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു വ്യത്യാസം തോന്നി. അങ്ങനെയാണ് ഈ പറയുന്ന ബേക്കിംഗ് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ള കോൺസെപ്റ്റൊക്കെ വന്നത്. അപ്പോൾ ഈ ബേക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് പ്രോസസ്സാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ കുസീനിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താ, നമ്മൾ ആദ്യം സവാള അരിയും, തക്കാളി അരിയും, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത് എണ്ണയിലിട്ട് നമ്മൾ എന്ത് ചെയ്തെടുക്കും, വഴറ്റിയെടുക്കും. സോ ഇതുപോലെ തന്നെ ബ്രെഡ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെഡ്സിൻ്റെ ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്കാകെ ഈ പറയുന്ന മൈദ, ഉപ്പ്, ഈസ്റ്റ്, വെള്ളം, ഈ 4 കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം. അവിടുന്ന് പിന്നീടാണ് ഓരോ ഐഡിയാസ് വന്നതും. ബട്ടർ ചേർത്ത സോഫ്റ്റ് ആവും, ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ ഈസ്റ്റിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി കൂടും, ഷുഗർ ചേർത്ത മധുരം കൂടും, മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ പാലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഈ ഒക്കെ ഓരോ ഇന്നോവേഷൻസ് വന്നത് ഇതിന് പിന്നീടാണ്. തുടക്കത്തിൽ ആദ്യം ഒരു മാവ് അല്ലെങ്കിൽ ഈ പൊടി വെള്ളത്തിൽ കലക്കുക, ഉപ്പിടുക, പിന്നീട് ഒരു ഷേപ്പിലേക്ക് ആക്കുക, ബേക്ക് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊന്നും നമ്മുടെ ഇതേപോലത്തെ ഓവനുകളൊന്നും അല്ലായിരുന്നു, കല്ലൊക്കെ ചൂടാക്കിയിട്ടാണ് ബ്രെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഒരു കേക്ക് തയ്യാറാക്കണമെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേക്ക് തയ്യാറാക്കാൻ ഏറ്റവും ആദ്യം മിക്സിങ് ശ്രദ്ധിക്കണം. മിക്സിങ്ങിൽ നമ്മൾ കേക്കിൽ എപ്പോഴും ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ എഗ്ഗും ഷുഗറും കൂടി ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ എഗ്ഗും ഷുഗറും ബീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു വോളിയം എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പൊടിയും കാര്യങ്ങളും ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഫോൾഡ് ചെയ്യുന്ന രീതിയുണ്ട്. നമുക്ക് വെറുതെ നോർമലി നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്താൽ ഈ എയറേഷൻ നടന്ന എഗ്ഗിൽ നിന്ന് ഇത് താഴേക്ക് ഇരുന്ന് പോകും. സോ അത് ചെയ്യാതെ കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നീട് ബേക്കിംഗ് ടെമ്പറേച്ചറും ടൈമും ശ്രദ്ധിച്ചാൽ മതി. കേക്ക് ഡിസൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടുള്ള രീതികൾ ഏതൊക്കെയാണ്? ഒരുപാട് രീതികളുണ്ട്. നമുക്ക് ഐസിങ് പല ഐസിങ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ
വിപ്പ് ക്രീം വെച്ചുള്ള ഐസിങ് ആണ് കൂടുതൽ ചെയ്യാറ്. നമ്മുടെ ഇവിടെ പിന്നെ നമുക്ക് ഫോണ്ടൻ്റ് ഐസിങ് നടത്താറുണ്ട്. പല ഷേപ്സിലും കാര്യങ്ങളിലും ഒക്കെ ഫുട്ബോളിൻ്റെ തീമിൽ എല്ലാ തീമിലേക്കും മാറ്റാറുണ്ട്. പുറത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റോയൽ ഐസിങ് ഉണ്ട്. അതുപോലെ ഐസിങ്ങിന് പല രീതികളുണ്ട്. പിന്നെ ഇപ്പോൾ ആളുകളുടെ ഫോട്ടോ വെച്ചിട്ട് ഷുഗർ ഷീറ്റിനകത്ത് ആളുകളുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഐസിങ്ങുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡിസൈനിങ്ങിൽ ഒരുപാട് ഇന്നോവേഷൻസ് വന്നിട്ടുണ്ട്. ജലാറ്റിൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ചൈന ഗ്രാസ് യൂസ് ചെയ്തിട്ട് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഐസിങ് നടത്തുന്നുണ്ട്. സോ ഇത് ഇനിയും മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓരോ ട്രെൻഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ആളുകൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിലും വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിലും റെഡ് വെൽവെറ്റ് ആണെങ്കിലും അതൊക്കെ ക്ലാസിക്കലായിട്ടുള്ള കേക്ക്സാണ്. എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾ മുമ്പ് അതെന്തായിരുന്നു, മെയിനായിട്ട് നിന്നിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതെന്താണ് ആളുകളുടെ ടോപ്പ് ചോയ്സിൽ വരുന്ന കേക്കുകളാണ്. സോ ഈ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും വൈറ്റ് ഫോറസ്റ്റിൻ്റെയും റെഡ് വെൽവെറ്റിൻ്റെയും ഒക്കെ കഥകൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതെങ്ങനെ ഉത്ഭവിച്ചു എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മൻ കേക്കാണ്. സോ അതിൻ്റെ അകത്ത് ജർമ്മനിയിലെ ആ ഭാഗങ്ങളിലുള്ള കരിയിലകളെ ഒക്കെ ഓർത്തിട്ടാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലാക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നത്. സോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആളുകൾ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് പച്ച കളർ ക്രീമും ചുവന്ന കളർ ക്രീമും എല്ലാം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നു. ഇന്നോവേറ്റീവാണ്. സ്റ്റിൽ നമ്മളൊരു ക്ലാസിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി നമ്മൾ നിലനിർത്തി വേണം ചെയ്യാനായിട്ട്. സോ നമുക്ക് പേഴ്സണലി ബുദ്ധിമുട്ട് തോന്നുന്ന, അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്തതെന്ന് തോന്നുന്ന കാര്യങ്ങളിലാണ് ഈ പറയുന്ന ക്ലാസിക് ആയിട്ടുള്ള സാധനങ്ങളിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ. പിന്നെ നമ്മൾ റെഡ് വെൽവെറ്റ് എപ്പോഴും ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിൽ വേണം ചെയ്യാനായിട്ട്. പക്ഷെ നമ്മളുടെ നോർമലി ബേക്കറികളിലെല്ലാവരും റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞ് പ്രൊവൈഡ് ചെയ്യുന്നത് വെറുതെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കൊടുക്കുന്ന കേക്കാണ്. സോ അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഐസിങ്ങിൽ വരുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒരുപാട് ക്ലാസിക്കുകളിലെ രൂപമാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു കേക്ക് ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? വളരെ നല്ല തീരുമാനമാണ്. വളരെ പ്രോഫിറ്റബിലിറ്റി ഉള്ളൊരു മേഖലയാണ് ഈ പറയുന്ന കേക്ക്സ് ഡെലിവറി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ. നമുക്ക് തുടക്കത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. എങ്കിലേ നിങ്ങളുടെ വർക്ക് എളുപ്പം തീരുകയുള്ളൂ. ഇല്ലെങ്കിൽ സമയം എടുക്കും. നമുക്ക് ഒരു കേക്ക് നമ്മൾ ഈ ടൂൾസും എക്യുപ്മെൻസും ഒന്നും ഇല്ലാതെ ചെയ്യുന്നിടത്ത് നമുക്ക് 5-6 കേക്കുകൾ ആ ടൈമിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഓവൻ മേടിക്കുന്ന കാര്യം ആലോചിച്ചാൽ ഒരു 8,000 രൂപ കൊടുത്ത് നിങ്ങളൊരു ഓവൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കേക്കിന് 1000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു 8 കേക്ക് വിറ്റാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓവൻ്റെ കോസ്റ്റ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. സോ തുടക്കത്തിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാതെ ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ഒരുപാട് മാർക്കറ്റുള്ള സംഭവമാണ് ഈ കേക്ക് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് മാക്സിമം എന്ത് ചെയ്യുക, നമ്മളുടെ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് ആളുകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള പുതിയ കരിയർ കൊടുത്തിട്ടുള്ളൊരു സംഭവമാണ് ഈ പറയുന്ന കേക്ക് മേക്കിംഗ്. ഇതിലേക്ക് വരിക, വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾക്ക് തോന്നില്ല. ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ലക്ഷദ്വീപിൽ ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ലക്ഷദ്വീപിലും വളരെ സാധ്യതയുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോയി മറ്റൊരു ഷോപ്പിൽ നിന്ന് കേക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഷോപ്സ് ഭയങ്കര കുറവാണ്. സോ നല്ല രീതിയിൽ വീട്ടിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓർഡേഴ്സ് നിങ്ങൾ അന്വേഷിച്ച് പോകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീട്ടിലേക്ക് ആളുകൾ നമ്മളെ അന്വേഷിച്ച് വരും. നമ്മുടെ കയ്യിലുള്ള സാധനം നല്ലതാണ്, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മളായിട്ട് വേറെ ഒരു മാർക്കറ്റിങ് വേണ്ട. നമുക്ക് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം തന്നെ കിട്ടും. നമ്മളൊരാൾ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചു ട്രൈ ചെയ്തു നോക്കി നല്ലതാണെന്ന് പറഞ്ഞാൽ അടുത്ത ആളോട് വേറൊരാൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ പറയുന്നത് എപ്പോഴും നിങ്ങളുടെ പേരായിരിക്കും. സോ തുടക്കത്തിൽ സ്ട്രഗിൾ ഉണ്ടാവും. നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങിയാലും സ്ട്രഗിൾ ഉണ്ടാവും. ആ സ്ട്രഗിൾ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഫുള്ളായിട്ട് നമ്മളുടെ കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയാൽ എപ്പോഴും ഏറ്റവും നല്ല കാര്യമാണ്. ഒരുപാട് പ്രോഫിറ്റബിലിറ്റി, നല്ല മാർജിൻ കിട്ടുന്നൊരു ബിസിനസ് ഐഡിയ കൂടിയാണ് ഈ കേക്ക് മേക്കിംഗ്. ഒരു കേക്ക് മേക്കിംഗ് പരിശീലനത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? കേക്ക് മേക്കിംഗ് പരിശീലനത്തിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള വാനില സ്പോഞ്ച്, അതേപോലെ ചോക്ലേറ്റ് സ്പോഞ്ചിൽ നിന്നൊക്കെ തുടങ്ങിയിട്ട് അതെങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിൻ്റെ കോസ്റ്റിങ് നമ്മളെങ്ങനെ ചെയ്യണം,
അതുപോലെ അതിൻ്റെ ഫിനിഷിങ് എങ്ങനെയാണ്, അതുപോലെ ബേക്കിംഗ് ടെമ്പറേച്ചർ കാര്യങ്ങൾ, ഇതെല്ലാം കൂളിംഗ് ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം, ഷെൽഫ് ലൈഫ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ഇവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് ഐഡിയാസ് കൊണ്ടുവരാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഐസിങ് എങ്ങനെ ചെയ്യണം, ഫോണ്ടൻറ്റിൽ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ഈ ട്രെയിനിങ്ങിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ ഭക്ഷ്യ സുരക്ഷയും ശുചിത്വവും ഈ മേഖലയിൽ എങ്ങനെ പ്രധാനം? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. കാരണം നമ്മൾ ഏറ്റവും ആദ്യത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് എഗ്സ് ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലമാണ്. സോ എഗ്സിനകത്ത് സാൽമോണല എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്. ഇത് ലോകത്ത് ഡെത്ത് റേറ്റ് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ കൂടിയാണ്. സോ നമ്മളെപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഹൈജീൻസ് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും പാലിച്ചേ നമുക്ക് ട്രെയിനിങ്ങിൻ്റെ അകത്താണെങ്കിലും നമ്മൾ നിർത്താറുള്ളൂ. ഇടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യണം, 20 സെക്കൻഡ് ഹാൻഡ് വാഷ് ചെയ്യുക, സോപ്പ് ഉപയോഗിക്കുക. അതേപോലെ അവരുടെ വർക്ക് സ്റ്റേഷൻ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടൊരു സാധനം വെക്കാതിരിക്കുക. ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുമ്പോഴാണെങ്കിലും എല്ലാം ക്ലോസ് ചെയ്ത് വെക്കുക. കട്ടിംഗ് ബോർഡ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കട്ടിംഗ് ബോർഡ്സ് യൂസ് ചെയ്യുക. ഓരോ സാധനത്തിനും ഓരോ കട്ടിംഗ് ബോർഡ്സ് ഉണ്ട്, ഓരോ കളർ കോഡ് ഉണ്ട്, അത് വെച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. പേഴ്സണൽ ഹൈജീൻ നന്നായിട്ട് വേണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് കിച്ചൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇത് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാത്രം കാര്യമല്ല, നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് കഴിക്കുന്ന കസ്റ്റമറിൻ്റെ കാര്യം കൂടിയാണെന്നുള്ളത് ഒരു മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ കേക്ക് മേക്കിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു സന്ദേശം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്ക് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകമാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്ന പോലെയല്ല. ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. സോ എങ്ങനെയാണ് നമ്മളിത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളിത് കാണുന്നത്. തമാശയ്ക്കാണെങ്കിൽ നമുക്ക് ജസ്റ്റ് 1-2 കേക്ക് ഉണ്ടാക്കിയിട്ട് നിർത്താം. അല്ലാതെ ഒരു ലോങ് ടൈമിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എൻ്റെ ഒരു സിഗ്നേച്ചർ ഇതിനകത്ത് കൊണ്ടുവരണം. കേക്ക് എന്നല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് കേക്ക് എന്ന് പറയുമ്പോൾ ഇയാളുടെ അടുത്തുനിന്ന് മേടിച്ചു, അത് നല്ലതാണ്, എൻ്റെ പേര് എല്ലാവരിലേക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. നിങ്ങളുടെ ഒരു ബിസിനസ് ഐഡിയ കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു മാർഗ്ഗമാണ് മുന്നിലുള്ളത്. സോ ഇത് മടിച്ചു നിൽക്കേണ്ട കാര്യമല്ല, വെറുതെ ഒരു തമാശയെ മാത്രമായിട്ട് കാണരുതെന്ന് പറയും. ഹോബിയുടെ കൂടെ തന്നെ അതൊരു ഇൻകം മേക്കിംഗ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ടും കൂടി നിങ്ങൾ കാണുക. അങ്ങനെ കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറ്റാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോഫിറ്റ് മാർജിൻ ഒരുപാടുള്ളൊരു മേഖലയും കൂടിയാണ്. സോ നിങ്ങൾക്ക് വേറൊരു ജോലിക്ക് പോകുന്നതിൽ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഭാവിയിൽ ഈ മേഖലയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഈ മേഖലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബേക്കറി അല്ലെങ്കിൽ കേക്ക് മേക്കിംഗ് എന്ന് പറയുന്ന സംഭവത്തിന് ഒരിക്കലും എന്തില്ല, ഒരു ഡൗൺ ടൈം ഇല്ല. ബേസിക്കലി ഇത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ഒരു പ്രശ്നം വന്ന, അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് വന്നത് ഈ കൊറോണയുടെ ടൈമിൽ ലോകം മുഴുവൻ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ്. അതിൻ്റെ ഇടയിലാണെങ്കിൽ കൂടിയും ആ തുടക്കത്തിലെ ആദ്യത്തെ 1-2 മാസത്തെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ പിന്നെയും ബർത്ത്ഡേസ് വന്നു, ആളുകൾ കേക്ക് ഓർഡർ ചെയ്ത് തുടങ്ങി, നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങി, വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് തുടങ്ങി. സോ ആ സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആ ഒരു കുറച്ചൊരു സമയത്തെ ഒരു പൂട്ടിക്കെട്ടൽ മാത്രമേ നമുക്കുണ്ടായുള്ളൂ. സോ ടൂറിസം ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഇൻഡസ്ട്രി ദിനം പ്രതി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരിക്കലും പിടിച്ചുകെട്ടലില്ല. ആളുകൾ യാത്ര ചെയ്യാനായിട്ട് ഇപ്പോൾ വരുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബാഗ് ഫുള്ള് പാക്ക് ചെയ്തിട്ട് തോളത്തിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവർ ഫുഡ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഇന്നോവേഷൻസ് നമ്മൾ എന്തോരം കൊണ്ടുവരുന്നോ അതനുസരിച്ച് ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. എത്ര വലുതാവുന്നോ അത്രയും നമുക്ക് എന്താവും, ബിസിനസ് വളർന്നുകൊണ്ടിരിക്കും. സോ ഇതിന് താഴേക്ക് പോക്ക് അല്ലെങ്കിൽ ഇത് ഒരു സമയത്ത് നമ്മുടെ ഇടിഞ്ഞു പോകുമെന്ന് ചിന്തിക്കരുത്. നമ്മൾ എത്ര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു, നമ്മൾ ഐഡിയാസ് കൊണ്ടുവരുന്നു, അതനുസരിച്ച് നമുക്ക് എപ്പോഴും സ്വന്തമായിട്ടൊരു സാധനം വേണം. എൻ്റേതെന്ന് പറയാനായിട്ട് ഒരു സിഗ്നേച്ചർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതന്വേഷിച്ച ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും. നമുക്കൊരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൊടൈക്കനാൽ പോയി കഴിഞ്ഞാൽ അവിടെ പേസ്ട്രി കോർണർ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അതുപോലെ നമ്മൾ ഇവിടേക്ക് പോയാൽ കാശ്മീർ പോയാൽ അവിടെ ഒരു ഫഡ്ജ് കിട്ടുന്ന ഷോപ്പുണ്ട്. അവിടെ മാത്രമേ കിട്ടുകയുള്ളൂ. 100 വർഷത്തിന് മുകളിലായിട്ടുള്ള ഷോപ്പാണ്. അവർ ഇതുവരെ ആ റെസിപ്പി ആർക്കും പുറത്തു കൊടുത്തിട്ടില്ല. 1 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആ റെസിപ്പി അവരെന്ത് ചെയ്തില്ല, അവർ പുറത്തേക്ക് കൊടുത്തില്ല. അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഷോപ്പിൽ മാത്രം ഈ സാധനം സെയിൽ ചെയ്യുന്നു. അത് കഴിക്കാനായിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്,
കാശ്മീർ പോകുന്നുണ്ട്. കാശ്മീർ പോയാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണമെന്ന് പറയുന്ന സ്ഥലം അതാണ്. ഡൽഹിയിൽ ജുമാ മസ്ജിദ് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അസ്ലം ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലേക്ക് അവിടെ അത് കഴിക്കാനായിട്ട് പോകുന്ന ആളുകളുണ്ട്. സോ നമുക്ക് സിഗ്നേച്ചറായിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച ആളുകൾ നമ്മളെ അന്വേഷിച്ച് വരും. അപ്പോൾ സിഗ്നേച്ചറായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് ഒരിക്കലും താഴേക്ക് പോകുന്നുള്ള ചിന്തയെ വേണ്ട. ബേക്കിംഗ് ഇൻഡസ്ട്രി എപ്പോഴും ഉണ്ടാവും. ഓൾ ടൈമായിട്ട് ക്ലാസിക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. 100-200 വർഷമൊക്കെ മുമ്പ് ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മളിപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് താഴേക്ക് പോക്കുണ്ടാവില്ല, ഇതെപ്പോഴും മുകളിലേക്ക് തന്നെ പോകും. നമ്മളുടെ ഐഡിയാസ് നമ്മൾ കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ എന്തൊക്കെ ഇതിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ബേക്കിങ്ങിൽ? ഏതൊക്കെ? അപ്പോൾ നമ്മളിവിടെ വന്ന പ്രോജക്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. അതിന് ഒരുപാട് ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്. അപ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. റോ മെറ്റീരിയൽസ് എടുക്കാനാണെങ്കിലും എക്യുപ്മെൻസിനാണെങ്കിലും ഇതിനെല്ലാത്തിനും നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. സോ ഈ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ബേസിക്കായിട്ട് ഏകദേശം 10ഓളം വെറൈറ്റി ബ്രെഡ്സ് ഉണ്ട്, 10ഓളം വെറൈറ്റി കുക്കീസ് കൊടുക്കുന്നുണ്ട്, 6-7 കേക്കുകൾ കൊടുക്കുന്നുണ്ട്, പിന്നെ സോസ് കൊടുക്കുന്നുണ്ട്, ക്രീംസ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഡെസേർട്സ് ഉണ്ട് 7-8 വെറൈറ്റി. സോ ടോട്ടൽ ഒരു 30-32 ഐറ്റംസിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഈ പറയുന്ന ഞാൻ പറഞ്ഞു ഒരു ബേസിൽ നിന്ന് നമുക്ക് പല സാധനങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 40-ന് മുകളിൽ പ്രോഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു 30 ദിവസത്തെ ടൈം പീരീഡാണുള്ളത്. ആ 30 ദിവസത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്ത് ചെയ്യുന്നു. അവരൊരു ട്രെയിനിങ്ങിന് വന്നിട്ട് അതൊരു വെറുതെ ആയി പോകരുതല്ലോ. അതിൻ്റെ മോശം ട്രെയിനർ എന്നുള്ള നിലയിൽ എനിക്കും കൂടിയാണ്. പിന്നീട് അവർ വേറൊരാളുടെ അടുത്ത് ഫീഡ്ബാക്ക് പറയുമ്പോൾ അയാൾ വന്ന് എന്തോ പറഞ്ഞുകൊണ്ട് പോയി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ഗുണമുള്ള എന്തെങ്കിലും കിട്ടണമെന്നാണ്. സോ എന്നെ കൊണ്ട് പറ്റുന്നത് എൻ്റെ പരിമിതിയുടെ ഉള്ളിൽ വെച്ച് മാക്സിമം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം മനോഹരമായ രീതിയിൽ ബേക്കിങ്ങിനെ കുറിച്ച് ഞങ്ങളെ ലക്ഷദ്വീപിലെ ശ്രോതാക്കൾക്കും പൊതുവെ എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി. ഇതുപോലുള്ള ഒരു കൊച്ചു സ്ഥലത്ത് ഈ ബേക്കിംഗ് മേഖലയിലേക്ക് നമുക്ക് പോയി പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങളെപ്പോലുള്ള ഒരു ട്രെയിനർ വന്ന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഈ പറയുന്ന ബേക്കിംഗ് അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ഒന്ന് കഴിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ ചെയ്യുന്നതിന് ഇത്രയും നല്ലതാണെങ്കിൽ നമ്മളിത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒന്നും കൂടി നോക്കിയതിന് ശേഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നന്നാക്കി എടുക്കാനായിട്ട് പറ്റുമെന്ന്. പിന്നീട് ഈ ഒരു മേഖലയിലേക്ക് ബിസിനസ്സായിട്ട് നിങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും സ്വന്തം ഒരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി എന്നുള്ള ലെവലിലേക്ക് മുന്നോട്ടേക്ക് വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതേപോലൊരു അവസരം, ഇങ്ങനെ സംസാരിക്കാനൊരു അവസരം തന്നതിന് ഓൾ ഇന്ത്യ റേഡിയോനോട് ഞാൻ നന്ദി പറയുകയാണ്. ബേക്കിംഗ് ട്രെയിനർ ലിജോയ് PJയുമായി നസീബുദ്ദീൻ പണ്ടമ്പള്ളി നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.